സ്ഥിതിക്ക് ആര് കപ്പടിക്കാനാണ് ഒരു ചാൻസ്? ചാൻസ് ആരാന്നുള്ള അറിയില്ല, ബിക്കോസ് അൺപ്രഡിക്റ്റബിൾ ആണല്ലോ. അപ്പം അത് ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും. ആരായാലും ഞാൻ ഹാപ്പിയാണ്, ആരായാലും ഹാപ്പിയാണ്. പിന്നെ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. ഇല്ലല്ല, അങ്ങനൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇത് ജനവൃത്തി പ്രകാരം നടക്കുന്ന ഒരു ഷോ ആണ്. ബിക്കോസ് എൻഡമോൾ ഷൈൻ അതൊക്കെ വോട്ടിങ് എങ്ങനെയാണോ കറക്റ്റ് അത് ബേസ് ചെയ്തിട്ടാണ്. അപ്പം നമ്മൾ ചിലപ്പം പുറമേ കമൻസ് ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് തോന്നും ചിലപ്പം അവർക്ക് കിട്ടില്ല. പക്ഷേ അവർക്ക് അത്രയും ഹേറ്റേഴ്സ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ ഫാൻ ബേസും ഉണ്ടാവും. നമ്മൾ ഹേറ്ററിൻ്റെ അളവ് നോക്കണം, അതിനേക്കാൾ കൂടുതൽ ഫാൻ ബേസ് ഉണ്ടെങ്കിലും. സോ ആ കാരണം കൊണ്ട് ചിലപ്പം ജയിക്കാം. ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്യുന്നുണ്ട് മോൺസ്റ്റർ എന്ന്. അതായത് ഒറ്റയ്ക്ക് കളിച്ച ഒരാൾ, വളരെ ഡിഫറെൻ്റ് ആയിട്ട് കളിച്ച ഒരാളെന്ന്. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ഗെയിം വന്നത്? അത് അങ്ങനെ വന്നതെന്ന് വെച്ചാൽ അങ്ങനെ വന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. ഞാൻ അവിടെ ചെന്ന സമയത്താണെങ്കിലും പലപ്പോഴും സംസാരിക്കുന്ന സമയത്ത് അവർക്കൊക്കെ എന്താ പറയുക, അത് അക്സെപ്റ്റ് ചെയ്യാനും ഇതാക്കാനും ഭയങ്കര ഒരു ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. അവർ എന്തെങ്കിലും പറയുമ്പം ഇതൊക്കെ ക്യാമറ സ്പേസിനാണോ എന്നൊക്കെ ചോദിക്കുമ്പം എനിക്ക് പിന്നെ അപ്രോച്ച് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാൻ ആളുകളിലേക്ക് അപ്രോച്ച് ചെയ്യാതെ ഞാൻ എന്തിനാണോ വന്നത് അത് കംപ്ലീറ്റ് ചെയ്യണം എന്ന് വിചാരിച്ച് ഞാൻ ഗെയിം ഒരിക്കലില്ല. പിന്നെ എനിക്ക് എന്താ പറയുക, ഒരാൾ ഡിപ്പെൻഡ് ചെയ്യാന്നുള്ളത് അധികം ഇഷ്ടമല്ലാത്തൊരു ക്യാരക്ടർ ടൈപ്പാണ്. ഒരാൾ ടീം വർക്കിലൊന്നും പെടില്ല എന്നല്ല, ഡിപ്പെൻഡൻസി ഭയങ്കര പാടാണ്. ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ജാസ്മിൻ പറയുന്നുണ്ട്, ജാസ്മിൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നോറ അടുത്തേക്ക് പോയി. അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ഇങ്ങനെ നോറ നിൽക്കണ്ട, പിന്നെ ശ്രീതു നിന്നാൽ മതി. അങ്ങനെ ഒരു സംഭവം ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും ജാസ്മിൻ അങ്ങനെ മുഖത്ത് നോക്കി പറഞ്ഞത്? അത് എന്താ പറയുക, അവിടെ നിൽക്കുന്ന സമയത്തില്ലേ, ഇപ്പം ഞാനിവിടെ വന്ന ടൈമിൽ ചില എന്താ പറയുക അടിയും ഫൈറ്റും കാണുന്ന സമയത്ത് എനിക്ക് എന്നെ ചിരി വരാറുണ്ട്. ഞാൻ എന്താ കാട്ടിക്കൂട്ടിയത് നോക്കിയിട്ട്. പക്ഷെ ആ ഒരു വീട്ടിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഡിഫറെൻറ്റ് ലെവൽ ഓഫ് പ്രഷറാണ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു പ്രഷറിൽ ചിലപ്പോൾ അങ്ങനെ പറയുന്നതായിരിക്കും ഇതാക്കുന്നതായിരിക്കും. അല്ലാതെ അത് വലിയൊരു കാര്യമായിട്ട് അങ്ങനെയൊന്നുമില്ല. അല്ലാതെ ഒരു ടൈം ഉണ്ടാവും. ഞങ്ങൾ ഇപ്പം ഇങ്ങനെ ഈ ഫെസ്റ്റിവൽസ് ഒക്കെ ഉണ്ടാവില്ലേ, ഈദ് കാര്യങ്ങൾ, അപ്പോൾ ഞങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് ഒരുമിച്ച് നിന്ന് അങ്ങനെ. പിന്നെ അഭിപ്രായം ചോദിക്കുമ്പോൾ നമ്മൾ അഭിപ്രായം പറയും. അതിങ്ങനെ ഒരു എന്തെങ്കിലും പറയാം അങ്ങനെ. ഞാൻ ഇപ്പോൾ ഒരു വോട്ട് ചെയ്യുന്ന ഒരു ഓഡിയൻസ് ആയിട്ട് ഞാൻ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ അർജുന് വോട്ട് ചെയ്യായിരിക്കും ഒരു ഓഡിയൻസ് ആയിട്ട് നോക്കുന്ന സമയത്ത്. പക്ഷേ പ്രെഡിക്റ്റ് ചെയ്യാനോ എനിക്ക് ആഗ്രഹമോ അങ്ങനെയൊന്നല്ല, അല്ലാതെ നോക്കും. കാരണം കുറെ കുട്ടികളൊക്കെ ഓടി വരുന്ന സമയത്ത് ഇപ്പൊ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇഷ്ടമാണ് ഫോട്ടോ എടുക്കണേ ചോദിക്കും. പിന്നെ ഞാൻ ചോദിക്കും പിന്നെ ആരെ ഇഷ്ടം ചോദിക്കുമ്പോൾ ജിൻഡോ ചേട്ടൻ അത് പറയാറുണ്ട്. കുട്ടികളൊക്കെ ഉണ്ടായിട്ടില്ല അവരവിടെ നിന്നത്. ഇത്രയും ഒരു ലെവൽ അപ്പ് ചെയ്ത സമയത്ത് തന്നെ മനസ്സിലായിട്ടുണ്ട് പുറത്ത് അത്രയും സപ്പോർട്ട് ഉണ്ടായിട്ടാണ് ആൾ അത്രയും ദിവസം നിന്നത്. ഇപ്പൊ ബിബി ഹൗസിൽ ഇപ്പൊ കളിച്ചോണ്ടിരിക്കുന്ന കളിച്ചോണ്ടിരിക്കുന്ന അവരെ പോലെ അതായത് ഓൾറെഡി ഇപ്പൊ ഹൗസിലുള്ളവരെ പോലെയല്ല, നോറയ്ക്ക് ഒരുപാട് സപ്പോർട്ട്, നല്ല ഫാൻസും ഉണ്ട് നല്ല രീതിയിൽ. നമുക്കിപ്പോ ഒരു വീഡിയോ അല്ലെങ്കിൽ പോസ്റ്റ് ഇട്ട് കമന്റ്സിൽ നോക്കിയാൽ അറിയാൻ പറ്റും. അത് സംസാരിക്കും. ഹലോ, ഓക്കെ 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 ശരി. അപ്പൊ അത്രയും ഫാൻസ് ഉണ്ടായത് എങ്ങനെ, എന്തുകൊണ്ടാണെന്ന് വിചാരിക്കുന്നത്? എനിക്ക് ബോർഡിംഗ് പാസ് കാര്യങ്ങൾ അതൊക്കെ ചെയ്യണം. 10 മിനിറ്റ് ടൈം ഉണ്ട്. അതൊന്ന് സെറ്റ് ആക്കിയിട്ട് അല്ലല്ല, അത് പിന്നെ ഉള്ളിൽ കയറാണ് ഒരു 5 മിനിറ്റ്. എന്നാ ശരി, ഞാൻ ചെറുതായി ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി. ഒരു ക്വസ്റ്റ്യൻ കൂടി, അതായത് ചോദിക്കും. ഇപ്പം നമ്മൾ കണ്ടു, അതായത് ബിബി ഹൗസിൽ ഓൾറെഡി ഉള്ളവരെ പോലെയല്ല, നോറയ്ക്ക് നല്ല രീതിയിൽ ഫാൻസ് ഉണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വിചാരിക്കുന്നത്?
ചിലപ്പോൾ ഞാൻ ഇൻഡിവിജ്വൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കും, ആളുകൾക്ക് അത്രയും ഇഷ്ടമായിട്ടുണ്ടാവും. ബിക്കോസ് അത്രയും ഡേയ്സ് ഒരു മിനിറ്റ് ഒരൊറ്റ മിനിറ്റ് അത്രയും ഡേയ്സ് 91 ഡേയ്സ് ഒരു ഇൻഡിവിജ്വൽ ഗെയിം കളിക്കാൻ പറയുന്നത് ഭയങ്കര ഹാർഡാണ്. ഓക്കെ, അത് ഭയങ്കര ഹാർഡ്. അതുകൊണ്ടായിരിക്കാം ജനങ്ങൾ ഇത്രയും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ മറ്റുള്ളവർക്കൊന്നും കിട്ടാത്തൊരു പേര് കൂടി നോറയ്ക്ക് കിട്ടിയിട്ടുണ്ട്, മോൺസ്റ്റർ. അതെ, അത് കാണുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നുണ്ട്. ബിക്കോസ് ഞാൻ അവിടെ ഒറ്റയ്ക്ക് കളിച്ചെന്നുള്ളത് പുറത്ത് അക്സെപ്റ്റൻസ് ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പുറത്ത് ഇറങ്ങിയ ശേഷം ഓരോന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ, ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ, ഇപ്പം എനിക്ക് നന്ദിനി കുട്ടിയായിട്ട് ഇങ്ങനെ പണിഷ്മെന്റ് തന്നത്, അതിൻ്റെ ഒരു റിസൾട്ട് എന്താന്നൊക്കെ ഞാൻ കാണുമ്പോഴാണ് ഓ ഇത് രസമുണ്ടായിരുന്നല്ലേ, ഇതുകൊണ്ടാണ് എനിക്ക് അപ്രീസിയേഷൻ കിട്ടിയത് എന്നൊക്കെ മനസ്സിലായത്. എന്താ പറയാ, ആ ഒരു വീഡിയോ കണ്ടപ്പോഴാണ്. ഞാൻ കാണിച്ചോണ്ടിരിക്കുകയാണ്. ഇറങ്ങിയ സമയത്ത് എന്തായിരുന്നു നമ്മൾ ഇവിടെ കരിപ്പൂരാന സാധാരണ, അതായത് ഇപ്പം അതെ. അപ്പൊ ഈ സീസണിൽ അങ്ങനെ ആരെങ്കിലും അങ്ങനെ ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു? അത് നിങ്ങളൊക്കെ കണ്ട പോലെ എനിക്കും തോന്നിയിട്ടുള്ള പല ആളുകളും ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ക്ലാരിറ്റി എന്താണെന്നുള്ളതൊന്നും അറിയില്ല.